الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. رأيت ليلة أسري بي على باب الجنة مكتوبا الصدقة ب10 أمثالها والقرض ب18 أو كما قال رسول الله. يا خير من يمام العفو لا ساعته سعيا وفوق متون الحيرق الرسل. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ മോണിറ്റർ തുറന്നിട്ടില്ലേ? മോണിറ്റർ തുറന്നിട്ടില്ല. ദുരിതമാലെ തളർന്നു ഞങ്ങൾ ദിനവും നിന്നിൽ കേഴുന്നു. കഷ്ടതയാകെ തുടച്ച നീക്കി കുളിർമയേകാൻ തേടുന്നു. ദുരിതമാലെ തളർന്നു ഞങ്ങൾ ദിനവും നിന്നിൽ കേഴുന്നു. കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമയേകാൻ തേടുന്നു. യാ റഹീമേ യാ അല്ലാഹ് യാ കരീമേ യാ സുബ്ഹാൻ. യാ റഹീമേ യാ അല്ലാഹ് യാ കരീമേ യാ സുബ്ഹാൻ. ദുരിതമാലെ തളർന്നു ഞങ്ങൾ ദിനവും നിന്നിൽ കേഴുന്നു. കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമയേകാൻ തേടുന്നു. കുളിർമ തഴുകും മാരുതനിന്റെ റബ്ബ് നൽകിയ നിധിയാണ്. പകലിൻ ചൂടിന് ശമനമതേകാൻ രാത്രി ഒരുക്കിയതവനാണ്. കുളിർമ തഴുകും മാരുതനിന്റെ റബ്ബ് നൽകിയ നിധിയാണ്. പകലിൻ ചൂടിന് ശമനമതേകാൻ
റഹ്മതേകാൻ രാത്രി ഒരുക്കിയതവനാണ്. യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ, യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ. ദുരിതമാലെ തളർന്നു ഞങ്ങൾ ദിനവും നിന്റെ കേഴുന്നു. കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമയേകാൻ തേടുന്നു. നീലാകാശവും നീലക്കടലും നീ കുതിരത്തിനൊളിവാണ്. നീറിപ്പുകയും മനസ്സുകളെല്ലാം നിന്നിലലിയാൻ കൊതിയാണ്. നീലാകാശവും നീലക്കടലും നീ കുതിരത്തിനൊളിവാണ്. നീറിപ്പുകയും മനസ്സുകളെല്ലാം നിന്നിലലിയാൻ കൊതിയാണ്. യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ, യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ. ദുരിതമാലെ തളർന്നു ഞങ്ങൾ ദിനവും നിന്നിൽ കേഴുന്നു. കഷ്ടതയാകെ തുടച്ചു നീക്കി കുളിർമയേകാൻ തേടുന്നു. യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ, യാ റഹീമേ യാ അല്ലാഹ്, യാ കരീമേ യാ സുബ്ഹാൻ. ഏറെ സർവാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ എക്കോയും കൂടി കൂട്ടിയാ വൃത്തിയായി. ഇപ്പോഴാണ് മോണിറ്റർ ഓൺ ആയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. സുഷ്ടകാല ജീവിതം പാപ സുരക്ഷിതരായി ജീവിക്കുവാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം കൊടുത്തിട്ടുള്ളത്. മോണിറ്റർ ഓക്കെയാണ്. ശരിക്കും തുറന്നിട്ടില്ലേ? ശരിക്കും ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. കടം കൊടുക്കലും വാങ്ങലും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മൾ നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകളൊക്കെ മാനുഷിക ബന്ധം എന്നോളം ഒരുപാട് കാര്യങ്ങൾ നമ്മെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ഈ ഭൂമി ലോകത്ത് വസിക്കാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായുള്ള സഹായം, സഹകരണം ഇല്ലാതെ ഒരു നിലക്കും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അത് കടമായാലും സ്വതത്തെയാണെങ്കിലും മറ്റേത് സഹായ സഹകരണങ്ങളാണെങ്കിലും മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ചില സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ
ഏറ്റവും വലിയ അമൽ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് അവന്റെ അമലുകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രതിഫലം അറിയിക്കുന്ന കർമ്മം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു മേഖലയാണ് പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്നത്. കടം കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ എപ്പോഴാണോ അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ കടം എന്നുള്ള വലിയ ഒരു ദൗത്യത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് അവനക്കത് ലഭിക്കുക എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് ഒരു രക്ഷപ്പെടാനുള്ള മാർഗത്തിന്റെ വാതിൽ തുറക്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇടവരികയുണ്ടായി. സ്വർഗം കണ്ടതും നരകം കണ്ടതും, നരകത്തിൽ കൂടുതൽ ആളുകൾ ആരൊക്കെയാണെന്നും സ്വർഗത്തിൽ ആരൊക്കെയാണെന്നും ഒക്കെ ഹദീസിന്റെ വെളിച്ചം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുമാണ്. ആ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാവിൽ ഒരുപാട് ഭയവിഹ്വലമായ കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റെതായ പ്രത്യേകമായ മാനദണ്ഡങ്ങളും അതിന്റെ പ്രതിഫലങ്ങളും അതിന്റെ ശിക്ഷാ നടപടികളും ഒക്കെ ഈ ഒരൊറ്റ യാത്രയിൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നതുമാണ്. കൂട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, കടവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യന് കടം കൊടുക്കുക എന്ന് പറയുന്നത് കൊടുത്തയാൾക്ക് അത് തിരിച്ചു കിട്ടും എന്ന രീതിയിലാണ്. പക്ഷെ സ്വതക്ക എന്ന് പറയുന്നത് നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിനൊന്ന് ചെലവഴിക്കാൻ, പിന്നെ അത് തിരിച്ചു കിട്ടും, ആ കൊടുത്ത മുതൽ തിരിച്ചു കിട്ടും എന്ന രീതിയിലല്ല, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന നിയത്തോടു കൂടി. ഈ രണ്ട് വിഷയം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിന്ന് പരിശുദ്ധമായ ശരീഅത്ത് അനുസരിച്ച്, ഹദീസ് അനുസരിച്ച് ഏറ്റവും പ്രതിഫലം അർഹിക്കുന്ന കാര്യം ഏതാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കൊണ്ട് നമുക്ക് വ്യക്തമാക്കി എടുക്കാൻ സാധിക്കും. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, റഅയ്തു ലൈലത ഉസ്രിയലി അലാ ബാബിൽ ജന്നതി മക്തൂബാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ ഏഴാകാശവും കടന്ന് അർശും കുർസിയും കടന്ന് അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്ക് എത്തിയ സംഭവം അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സുഖലോക സ്വർഗ്ഗം കാണാനിടവരികയുണ്ടായിട്ടുണ്ട്. ആ അവസരത്തിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരുപാട് സംഭവത്തിൽ നിന്നും പരിശുദ്ധമായ റസൂലുള്ളാഹി പറയുകയാണ്, റഅയ്തു ലൈലത ഉസ്രിയലി, എന്നാൽ ആ പ്രയാണം നടത്തിയ രാത്രിയിൽ ഞാൻ കണ്ടു. എന്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്? അലാ ബാബിൽ ജന്നതി മക്തൂബാ, സുഖലോക സ്വർഗ്ഗ കവാടത്തിന്റെ മുകളിലായി എഴുതപ്പെട്ടത് ഹബീബ് കാണുകയാണ്. എന്താണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്? സ്വദഖത്തു ബിഅശ്രി അംസാലിഹാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി അവന്റെ
എന്തെങ്കിലും അവൻ ചെലവഴിക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന പ്രതിഫലം അതിന് 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഈന്റെ രാത്രിയിൽ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വതക്കക്ക് 10 നന്മയാണെങ്കിൽ ഒരു മനുഷ്യന് കടം കൊടുക്കുകയാണെങ്കിൽ അതിന് 18 നന്മയാണ്. ഹബീബുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ എന്താ മനസ്സിലായി? നമ്മളുടെ കയ്യിലുള്ള ധനം കൊണ്ട് കൊടുക്കലോടുകൂടി 10 ഹസനത്ത്. നേരെ മനുഷ്യന് കടം കൊടുത്തത് തിരിച്ചു മേടിക്കുന്ന ആ ഒരു കടത്തിന് 18 ഹസനത്ത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതെന്താണ് ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? ഒരു മനുഷ്യനുമായിട്ടുള്ള മാനുഷിക മൂല്യത്തോടു കൂടിയുള്ള അവനുമായുള്ള പരസ്പര സഹായ ബന്ധം. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ആ ഉപകാരമാണ് ഈ കടത്തിലൂടെ വലിയ ഒരു മെസ്സേജായി നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്നത്. കാരണം മനുഷ്യൻ കടം ചോദിക്കുക എന്നുള്ളത് അത്രയും പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ഇന്ന് ഉസ്താദ് പറയണ്ടായി ഈ വിഷയം കണ്ടപ്പോൾ അവിടുത്തെ തെക്കില് ഉസ്താദ് പറയണ്ടായി, ഇവിടെ അങ്ങനെ കടം മേടിക്കലും കൊടുക്കലും അങ്ങനെയൊന്നുമില്ല. ഇനി ആരെങ്കിലും കടം മേടിച്ചാലും അത് അങ്ങ് തെരിയാണെങ്കിൽ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാനാണല്ലോ. നമ്മളെ കേരളക്കര പോലെ കേരളക്കര എന്ന് പറഞ്ഞാൽ തിരുമണി നടത്താനായിട്ട് കുറച്ച് ടീമുകളുണ്ട്. അതായത് അവർ ഇവിടുന്ന് പഠിച്ച് അവിടെ കൊടുക്കുക, അവിടെ പഠിച്ച് ഇവിടെ കൊടുക്കുക എന്നുള്ള പോലെ എന്നും കടത്തിലേക്കാണ്. സത്യത്തിൽ ഈ കടം എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നല്ല ഗൗരവമുള്ള ഒരു വിഷയമാണ് കടം എന്നുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ്? ശഹീദിന് പോലും പൊറുക്കപ്പെടാത്ത പാപം അത് കടമാണ്, കടമാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് മുഹമ്മദ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കുകയായിരുന്നു. ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ തിരുശിരസിനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. പിന്നെ മുത്തനബിയുടെ കരങ്ങൾ നെറ്റിയിലേക്ക് വെക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്താണ് എന്നിലേക്ക് ഇറങ്ങി വരുന്നത്? കഠിന കഠോരമായ ഭാരമാണല്ലോ എന്നിലേക്ക് ഇറങ്ങി വരുന്നത്. പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും സാധുവും ശ്രദ്ധിച്ചു, ഞങ്ങളൊക്കെ മൗനം വീക്ഷിച്ചു. എന്താണ് നമ്മളിലേക്ക് ഇറങ്ങുന്നത്? പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമാണോ? ഭയപ്പെടുത്തുന്ന ജാഗ്രതപ്പെടേണ്ട എന്തെങ്കിലുമാണോ? മുത്തറസൂലുള്ള സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് പറയുകയാണ്, വളരെ കാഠിന്യമേറിയ, വളരെ ശക്തിയായ, വളരെ ഗൗരവമുള്ള എന്തോ എന്നിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബഹുമാനപ്പെട്ട ജഹ്ഷ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ഫസഖത്നാ അവർ കൗലം വീക്ഷിക്കുകയാണ്. എന്നിട്ടോ അതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചു. അന്നുണ്ടായ സംഭവത്തിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചു. മുത്തുനബിയോട് ഞാൻ ചോദിക്കുകയാണ്, الذي يصلح إن
അത്രമേൽ ഗൗരവമേറിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് നബിയേ ഇന്നലെ ഉറങ്ങിയതെന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നബി പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ ശരീരന്മാരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം, എന്റെ ശരീരന്മാരുടെ കരങ്ങളിലാണോ അവനെ തന്നെ സത്യം. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഫീസബിലാടിക്കൊണ്ട് ധർമ്മസമരം നടത്തിക്കൊണ്ട് അവന്റെ ശരീരവും സമ്പത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് കൊല്ലപ്പെടുകയാണ്, ശഹീദാകുകയാണ്. അല്ലാഹു ജീവിപ്പിക്കുകയാണ്. ആദ്യമാന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശഹീദായി. പിന്നെ അല്ലാഹു അവനെ ജീവിപ്പിക്കുകയാണ്. പിന്നെയോ പിന്നെയും അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിക്കൊണ്ട് പിന്നെയും അവൻ പുനരുദ്ധാരണം നടത്തുകയാണ്. അങ്ങനെ 2 പ്രാവശ്യം നടത്തിയതിന് ശേഷം റസൂലുള്ള പറയുന്നു, അങ്ങനെ 2 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിക്കൊണ്ട് അവൻ ധർമ്മസം വെടിഞ്ഞത് ശഹീദായിട്ടാണ്. 2 തവണയും ശഹീദായിട്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ സ്വഹബ, ജീവിതത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടിക്കൊണ്ട് അവന്റെ ശരീരം പരിശുദ്ധമായ ദീനിന് വേണ്ടി ബലിയർപ്പണം നടത്തിയിട്ട് പോലും അവന്റെ മേൽ കടമുണ്ടെങ്കിൽ ശഹീദന്മാരും സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കടത്തിന്റെ കാര്യം എത്ര ഗൗരവമാണ്, കടത്തിന്റെ കാര്യത്തിൽ എത്ര ജാഗ്രതയാണ് നബി പഠിപ്പിക്കുന്നത്. എത്രയോ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് കടം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നാലിന്റെ സമയത്തിന് ഇന്നാലിന്റെ ഡേറ്റിന് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് ഇത്ര രൂപ കടം മേടിച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കും നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ ഉടമയോട് ചെന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് അവധി നീട്ടി തരുമോ എന്ന് ഉടമയോട് സംസാരിക്കുക. കടം മേടിച്ചതിന്റെ ബാധ്യതയാണ്, എന്നാൽ കടം കൊടുത്തവർക്കും ബാധ്യതയുണ്ട്. അതാണ് നമ്മുടെ സ്വതക്കയും കറവും ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നത്. സ്വതക്ക് അല്ലാഹു 10 നന്മയാണ് നമുക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ളതെങ്കിൽ കറവിന് അഥവാ കടത്തിന് വിധമാനിയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വർഗ്ഗകവാടത്തിൽ ലേഖനം ചെയ്യപ്പെട്ടതായി നമുക്ക് പറഞ്ഞു തന്നത് 18 നന്മയാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കടം കൊടുക്കുമ്പോ ആ നിശ്ചിത അവധി എത്തുമ്പോ അത് തിരിച്ചു വീട്ടാൻ നമ്മൾ കടം കൊടുത്ത മനുഷ്യന് സാധ്യമല്ല എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണേ. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനമാണ്. നിങ്ങളിൽ നിന്ന് കടം മേടിച്ചയാൾക്ക് ഞെരുക്കമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, വീട്ടാൻ പ്രയാസമുണ്ടായി. എന്നാൽ നിശ്ചിതമായ ഒരു ദിവസം കൂടി അവർക്ക് അവധി നിശ്ചയിക്കപ്പെടണം. ജനുവരി 5-ാം തീയതി നിനക്ക് നിന്റെ കടം ഞാൻ വീട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാകുമ്പോ അവർക്ക്
അത് തിരികെ തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ജനുവരി 30 എന്റെ പൊന്നു സഹോദര അത് നിങ്ങൾ തിരിച്ചു നൽകണമെന്ന് പറഞ്ഞ് അവർക്ക് അവധി നീട്ടിക്കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിച്ച ഈ കർണാടകടം പഠിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ജഗതിയല്ലാതെ പറയുമ്പോ എനിക്കും നിങ്ങൾക്കും സമ്പത്ത് തന്ന കടം കൊടുത്തവരും കടം മേടിച്ചവരും ജീവിതത്തിന്റെ സർവമായ മേഖലകളിലും എല്ലാ നിലക്കുള്ള സുഖസൗകര്യങ്ങളും ആസ്വാദനങ്ങളും നൽകിയ പറയുക അവർക്ക് കുറച്ചുകൂടി അവധി നീട്ടിക്കൊടുക്കണേ. എന്നിട്ട് ആയത്തിലൂടെ പറയുന്നു എന്നാൽ എനിക്ക് ഏറ്റവും ഹൈറായ കാര്യം അത് അവർക്ക് സ്വതന്ത്രം നൽകുക. അതാണ് ഇന്ന് രാവിലെ ഞാൻ ഉസ്താദിനോട് കേട്ടത്. ഈ ദീപുകാർ തങ്ങളൊരു സമ്പ്രദായമാണ്. ഈ കടം കൊടുത്താൽ പോലും അതിന്റെ പിന്നാലെ അവർ നടക്കാറില്ല. അവരിൽ നിന്ന് കിട്ടുമ്പോൾ അത് മേടിക്കും. നിങ്ങൾക്ക് ഉത്തമമായത് അവൻ തരാൻ ആ കടം മേടിച്ചാണ് തിരിച്ചു തരാൻ നിരക്കാരനാണ് അവർക്ക് സ്വതന്ത്ര നൽകണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുകൊണ്ട് പിന്നീട് ആയത്തിറങ്ങിയിട്ട് വെറും 9 ദിവസമാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും 9 ദിവസം മാത്രമാണ് ഈ ഭൂമി ലോകത്ത് ജീവിച്ചത്. പിന്നെ മുത്തുനബിയുടെ വഫാത്ത് ഉണ്ടാവുകയാണ്. അത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ആലോചിച്ച് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ ചെയ്ത സർവമായ പ്രവർത്തികളുടെയും എല്ലാ നിലകളും അറിയിക്കുന്ന ജസാവും നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഒരിക്കലും നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് കൂടി ഇറങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയാണ്. തഖൂയുമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസം. ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ വിശേഷമാണ്. ഞാൻ പറഞ്ഞു വന്നത് കടം മേടിക്കുക എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. മേടിച്ച ആൾക്ക് അതിനുള്ള സാവകാശം ചെയ്തു കൊടുക്കുക എന്നുള്ളത് കടം കൊടുത്ത ആളുടെ ബാധ്യതയാണ്. ഈ കടത്തോടു കൂടി പരസ്പര സൗഹാർദ്ദം നിലക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമായി കണക്കാക്കാൻ ഒരുപാട് സൈക്കോളജിക്കലായി ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഇന്ന വിലയിരുത്താൻ, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊന്നാണ് ഒരു മനുഷ്യനുമായി സാമ്പത്തിക ഇടപാട് നടത്തുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി സാമ്പത്തിക ഇടപാട് നടത്തിയാൽ മനസ്സിലാക്കുക യഥാർത്ഥ വിശ്വാസം